ഹലോ, ഹംഗ്രി മൃണാൾ അല്ലെങ്കിൽ മൃണാൾ ചേട്ടൻ അല്ലെങ്കിൽ മൃണാൾ അണ്ണൻ ഈ ഇടയ്ക്ക്, അതായത് ഒരു 1 വീക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. ഒരു കസേരയിൽ ഇരുന്ന് പുള്ളി ഇങ്ങനെ പുള്ളിയുടെ ഹോട്ടലിന്റെ 1 വർഷത്തിന് മുകളിലായ ഹോട്ടൽ തുടങ്ങിയിട്ട്. സോ അതിന്റെ കുറിച്ചുള്ള സന്തോഷങ്ങൾ പങ്കുവെക്കാനാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ പുള്ളി ഈ 1 വർഷത്തിന് ശേഷം പുള്ളി ഒരു റിഗ്രറ്റ് മോഡിലാണ് ഈ കഥകളെല്ലാം പറയുന്നത്. ഇത് കഥകളല്ല, ഇത് വാസ്തവമാണെന്നാണ് പുള്ളി പറയുന്നത്. സോ ഒബിയസ്ലി ആയിരിക്കാം. കാരണം പുള്ളിക്ക് പോസിറ്റീവായിട്ട് നിലനിൽക്കുന്ന രീതിയിലുള്ള ആൾക്കാരും ഉണ്ട്. നെഗറ്റീവായിട്ട് പുള്ളീനെ എന്താ പറയാ താറടിച്ച് കാണുന്ന കുറെ ആൾക്കാരും ഉണ്ട്. സോ ഞാൻ ഒരുപാട് പോസിറ്റീവായിട്ട് പുള്ളിയുടെ റെസ്റ്റോറൻറ്റിൽ പോയി 2 തവണ പുള്ളിയുടെ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഫുഡിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ 2 വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പോയി കാണാം ആ വീഡിയോ. ഞാൻ ബ്രീഫായിട്ട് എന്താ പറയാ ഫസ്റ്റ് തവണ പോകുമ്പോഴും സെക്കൻഡ് തവണ പോകുമ്പോഴും എനിക്ക് വ്യൂവേഴ്സ് കൂടിയിട്ടേ ഉള്ളൂ. കാരണം നമ്മള് പച്ചയായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്ന എന്താ പറയാ ഇത്രയും നല്ല ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഇൻ ദ കൊച്ചി എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഇൻ ദ കേരള എന്ന് തന്നെ പറയാം ഹംഗ്രി മൃണാൾ. സോ അപ്പൊ ഞാനിപ്പോ എനിക്ക് പുള്ളീനെ കുറിച്ച് നേരിട്ട് അറിയത്തില്ല. പുള്ളീനെ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ട് പുള്ളി ഒരുപാട് ഹോട്ടലുകളൊക്കെ പോയി ബ്ലോഗറായിട്ട് വന്ന് കഷ്ടപ്പെട്ട് തന്നെയാണ് പുള്ളി ഈ ഒരു നിലയിലെത്തിയത്. അപ്പൊ പുള്ളി അവിടെ ഫുഡ് പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനുമായിട്ട് തന്നെയാണ് പുള്ളി അവിടെ പ്രോപ്പർ ആയിട്ട് ഫുഡുകൾ കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നത്. സോ ഐ ഹാവ് എ ഗുഡ് ഒപ്പീനിയൻ അബൌട്ട് ഹിം. സോ അപ്പൊ പുള്ളി പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ വിശദമായിട്ട് അതിനെ അനലൈസ് ചെയ്ത് ഞാൻ പറയാം. പുള്ളി പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പുള്ളി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം ഒബിയസ്ലി ഇത് എടപ്പള്ളി പോലുള്ള ഒരു വലിയ സിറ്റിയാണ്. ലുലു മോളിന്റെ ഒക്കെ തൊട്ടടുത്താണ്, ഒരു ബാക്ക് സൈഡിലാണ് ഈ ഒരു ഹോട്ടൽ എന്താ പറയാ എന്താ പറയാ സ്ഥിതി ചെയ്യുന്നത്. സോ ഒബിയസ്ലി അവിടെ ഒരുപാട് കോസ്റ്റ് ആയിരിക്കും. അവിടുത്തെ അറിയാമല്ലോ, അത് ഇത്രയും കൊച്ചി പോലത്തെ ഒരു വമ്പൻ വലിയൊരു മെട്രോപൊളിറ്റൻ സിറ്റിയാണിത്. സോ പ്രത്യേകിച്ച് ഈ ലുലു മോള് പോലുള്ള ഇടപ്പള്ളിയിൽ ആണ് മെട്രോ പോകുന്നുണ്ട്, ലുലു അടുത്തുണ്ട്. സോ പിന്നെ ബസ് സ്റ്റേഷൻസ് ഉണ്ട് അടുത്ത്. സോ ഒബിയസ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയാ ഒരു ഒരു പോയിന്റ് ആണ് നമ്മുടെ കൊച്ചിയുടെ ഒരു വൺ ഓഫ് ദ മെയിൻ സ്പോട്ട് എന്ന് തന്നെ പറയാം. പുള്ളി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് പുള്ളി ഇതിന്റെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കാര്യങ്ങളും എല്ലാം ഒരുപാട് എന്താ പറയാ ക്യാഷ് ഇറക്കിയാണ്, ഒരുപാട് ഭയങ്കരമായിട്ട് ഒരുപാട് ക്യാഷ് ഒക്കെ ഇറക്കിയാണ് ഇതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് ആയാലും ഇതിന്റെ ഒരു പൊല്യൂഷന്റെ കേസ് ആയാലും ഇതിന്റെ ഓവറോൾ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് പുള്ളി പറയുന്നുണ്ട്. ശരിയായിരിക്കാം, കാരണം പുള്ളി ഇതിൽ കമ്മിറ്റഡ് ആയിട്ട് തന്നെ ഇറങ്ങിയിരിക്കുന്നത്. പുള്ളി ഒരുപാട് റെസ്റ്റോറന്റ് വിസിറ്റ് ചെയ്ത് അവിടെ ഒരുപാട് അനലൈസ് ചെയ്തതിന് ശേഷമാണ് പുള്ളി ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയത്. കാരണം ഒരുപാട് വീഡിയോസ് ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട്. ഓരോ റെസ്റ്റോറന്റിൽ പോകുമ്പോഴും അത് ചിലപ്പോൾ ചെറിയ റെസ്റ്റോറന്റ് ആയിരിക്കാം, ചിലപ്പോൾ വലിയ റെസ്റ്റോറന്റ് ആയിരിക്കാം, ചിലപ്പോൾ മീഡിയം ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആയിരിക്കും. എല്ലായിടത്തും ചെല്ലുമ്പോഴും പുള്ളി അവിടുത്തെ ഫുഡിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് തുറന്ന് പറയുന്നു. അത് കാരണം ചില ഇഷ്യൂസ് ഒക്കെ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആൾക്കാർ ഒരുപാട് നെഗറ്റീവ്സ് പറയുന്നത്. കാരണം നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ പോയിട്ട് പറയുമ്പോൾ നമ്മളത് ഇപ്പൊ വെട്ടി തുറന്ന് പറയുമ്പോൾ ഒബിയസ്ലി നമുക്ക് നല്ല നമ്മളെ പിടിച്ചു നിർത്താനും ആൾക്കാരുണ്ടാവും, അല്ലാതെ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ ഉള്ളതായിരിക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. പുള്ളി ചെന്ന് പുള്ളിയുടെ ടേസ്റ്റ് വൈസ് ആണ് പുള്ളി ഇത് എല്ലാം റിവ്യൂ ചെയ്ത് പുള്ളി ഒരു വലിയൊരു ബ്ലോഗറായി ഇപ്പൊ ഈ ഒരു ലെവലിലായിട്ടുള്ള ഒരു ഹോട്ടൽ നടത്തുന്ന ഇത്രയും ഒരു 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 ബാങ്കിൽ നിൽക്കുന്നത്, ഒരു പവർ ഹൗസ് ആയിട്ട് നിൽക്കുന്നത് പുള്ളി. കാരണം പുള്ളി പറഞ്ഞ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു കേരളത്തിൽ ജീവിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ എനിക്ക് 36 ആയി ഏജ്. സോ ഇത്രയും വർഷത്തിൽ ഞാൻ ഒരുപാട് ഹോട്ടൽസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കറന്റ് ട്രിവാൻഡ്രമാണ്. സോ ഇപ്പം നമ്മൾ ഒരുപാട് റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ആ റെസ്റ്റോറൻറ്റ്സിൽ എല്ലാം എനിക്ക് ഒരു നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ നല്ല നല്ല ഒരുപാട് ക്ലീൻ ആയിട്ട് ഈ മൃണാൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അല്ലാതെ ഒരുപാട് ചീത്തയായിട്ട് ചെയ്യുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. റീസെന്റ് തന്നെ ട്രിവാൻഡ്രത്ത് തന്നെ എനിക്കൊരു റെസ്റ്റോറന്റ് തന്നെ ഒരു 4-5 മാസം മുമ്പ് ഞാനവിടെ ഫുഡ് കഴിക്കാൻ പോയി. ഒരുവിധം ഇടത്തരം വലിയ റെസ്റ്റോറന്റ് തന്നെയാണ്. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ എന്താ പറയുക ഒരു ഊണ് ഓർഡർ ചെയ്യുന്നു. ഞാൻ, എൻ്റെ ബ്രദർ, എൻ്റെ ഫാദർ എല്ലാം ഉണ്ട്. സോ അപ്പോൾ നമ്മളൊരു ഫാദർ ഊണ് ഓർഡർ ചെയ്യുന്നു, നമ്മൾ രണ്ടുപേരും ബിരിയാണി ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ആ ബിരിയാണിക്ക് വേണ്ടി ഊണ് അപ്പം തന്നെ കൊണ്ടുവന്നു. ബിരിയാണിക്ക് വേണ്ടി നമ്മൾ 15 മിനിറ്റ് മുകളിൽ അവിടെ ഇരിക്കുകയാണ്. ഇരുന്നതിന് ശേഷം ഈ ബിരിയാണി കൊണ്ടുവന്ന് വെച്ചു. നമ്മൾ കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സംഭവം പഴയ ബിരിയാണിയാണ്. ഇന്നലത്തെ ബിരിയാണി അവരടുത്ത് ചൂടാക്കി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ തന്നെ ഞാനത് കഴിച്ചില്ല. ഞാൻ അതോടെ കുറച്ച് നേരമായിട്ട് കിണ്ടിയിട്ട് വെച്ചിട്ട് പോയി. ആഹാരമല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കഴിച്ചിട്ട് പോയാലേ പറ്റുള്ളൂ എന്ന സാഹചര്യം. പിന്നെ ഞാൻ ഒരുപാട് കഴിച്ചില്ല. അത് അവിടെ കണക്ക് തന്നെ വെച്ചിട്ട് നമ്മൾ കാശ് കൊടുത്തിട്ട് അവിടെ റിസപ്ഷനിൽ ഞാൻ പറഞ്ഞു ഇന്നലത്തെ ഫുഡാണ് നമുക്ക് തന്നത്, വളരെ മോശമായിപ്പോയെന്ന് പറഞ്ഞു. എന്നിട്ടും അവര് എന്താ പറയുക അവരുടെ പേ കറക്റ്റായിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങിപ്പോയി. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ അത്രയും അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന സാഹചര്യം നമുക്കില്ല, അതിന്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, രണ്ടാമത് എന്നെ എൻ്റെ എന്താ പറയുക വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഒരു ദിവസം പോയി ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് ഞാനൊരു
പൊറോട്ട വാങ്ങിക്കുന്നു. പിന്നെ അവിടെ പോയി ഒരു ചിക്കൻ ചില്ലി വാങ്ങിച്ച് കഴിക്കുന്നു. അവിടെ ഇരുന്ന് ഞാൻ കഴിക്കുകയാണ്. കഴിച്ചു തുടങ്ങിയപ്പോൾ ചിക്കൻ ചില്ലിയാണോ ചിക്കൻ റോസ്റ്റ് ആണെന്ന് തോന്നുന്നു. കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പൊറോട്ടയൊക്കെ ഓക്കെ ആയിരുന്നു. ബട്ട് ചിക്കൻ ചില്ലിയിൽ ചിക്കൻ വെന്തിട്ടില്ല. മനസ്സിലായില്ലേ? അത് ഞാൻ കഴിച്ചു. പിന്നെ കുറച്ചൊക്കെ ഞാൻ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു. സോ എന്നാലും പ്രോപ്പറായിട്ട് വെന്തിട്ടില്ല. അങ്ങനെ ഞാൻ വന്നതിന് മുതലാളിയടുത്ത് പറയുന്നു. അപ്പോൾ പുള്ളി എൻ്റെ കയ്യിന്ന് കുറച്ച് കാശ് കുറച്ചാണ് വാങ്ങിച്ചത്. സോ അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡൻസ് ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ചില ഹോട്ടലിലൊക്കെ നമുക്ക് ഒന്ന് എന്താ പറയുക നമുക്ക് ഒരുപാട് എന്താ പറയുക നമ്മൾ കഴിച്ചതിന് ശേഷം ആ കറി പോലും നമ്മൾ തരുന്ന ഗ്രേവി പോലും വളരെ മോശമായിട്ടുള്ള ഒരു ഗ്രേവി ആയിരുന്നു. അത് വന്ന് നമുക്കൊരു വയറ്റിന് ഇഷ്യൂസ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. സോ അതൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഹംഗ്രി ബനാനയെ കുറിച്ച് നമ്മൾ കൊച്ചിയിലാണിത്. ഞാൻ ട്രിവാൻഡ്രത്താണ്. സോ ഒബ്വിയസ്ലി നമുക്ക് എന്തെങ്കിലും കൊച്ചി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പോയി കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ 2 തവണ ഒരു 6 മാസത്തിനിടയ്ക്ക് ഞാൻ കൊച്ചി വിസിറ്റ് ചെയ്തു. ഈ 2 മാസത്തിനിടയ്ക്കാണ് ഞാൻ അവിടെ പോകുന്നത്. അവിടെ തന്നെ പോയി തന്നെ കഴിക്കും. ഞാൻ കൊച്ചി പ്രോപ്പറായിട്ടുള്ള എറണാകുളം ടൗണിലാണ് പോയത്. പക്ഷേ ബസ് പിടിച്ച് ട്രെയിൻ പിടിച്ച് ഞാൻ അവിടെ ചെന്ന് ഫുഡ് കഴിച്ചു. കാരണം എനിക്കറിയണമല്ലോ അവിടെ എന്താണെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒബ്വിയസ്ലി മനസ്സിലായി. പുള്ളി എന്താ പറയാ നല്ല ബെസ്റ്റ് ആയിട്ടാണ് ഇത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല കിടിലമായിട്ടുള്ള ഹൈജീനാണ്. അവിടെ പ്രോപ്പറായിട്ട് അവർ നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവർ കോക്കനട്ട് ഓയിലാണ് പ്യൂർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് ഈ പറഞ്ഞ സാധനങ്ങളുടെ ലിസ്റ്റ് വില എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പ്രോപ്പറായിട്ടുള്ള സാധനമാണ് അവിടെ കൊടുക്കുന്നതെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. അതോടുകൂടി തന്നെ ഇപ്പം ഞാൻ ബാക്ക് ടു പോയിന്റ് വരാം. അതായത് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ പിന്നെ പറയുന്നത് നമ്മൾ ഇതേപോലെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം പുള്ളി പറയുന്നത് തന്നെ ഇങ്ങനത്തെ സിറ്റിയിൽ ഇത്രയും വൃത്തിയായിട്ട് ചെയ്യാൻ പാടില്ല. ലോക്കൽ കണക്കങ്ങ് ചെയ്താൽ മതി. കുറച്ച് റേറ്റൊക്കെ കുറച്ച് അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വില കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് കൊടുത്താൽ മതി എന്നുള്ള ഒരു സാഹചര്യം പുള്ളി പറഞ്ഞായിരുന്നു. സോ അതെല്ലാം പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം കൊടുത്തിട്ടും കുറെ ആൾക്കാർ എന്നെ പറ്റി നെഗറ്റീവ് പറയുന്നു. അല്ലെങ്കിൽ എൻ്റെ ഹോട്ടലിൽ പറ്റി ഒബിയസ്ലി നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥാപനം എന്ത് തുടങ്ങിയാൽ പോലും നെഗറ്റീവ് പറയാൻ കൂടുതൽ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ പോസിറ്റീവ് പറയുന്ന കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നെ പോലുള്ളവർ അവിടെ ചെന്ന് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിനും എല്ലാം അനലൈസ് ചെയ്തിട്ട് അവിടെ പോയി 2 തവണ കഴിച്ചിട്ടുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ 2 വീഡിയോസും ഉണ്ട്. മൃണാളിൻ്റെ ഹോട്ടലിൽ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ച എൻ്റെ എല്ലാം പ്രോപ്പറായിട്ട് ഞാൻ 4-5 ഡിഷസ് കഴിച്ചു. ആ ഡിഷസ് കഴിച്ചതിൽ എനിക്ക് നല്ല എന്താ പറയുക ഒരു എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ്സാണ് എന്ന് ഞാൻ പറയും. എനിക്കത് പറയാൻ ഒരു മടിയുമില്ല. എനിക്ക് മൃണാളിനെ അറിയത്തില്ല. ചില ആൾക്കാർ എൻ്റെ എന്താ പറയുക ഞാൻ പോസ്റ്റ് ചെയ്ത 2 വീഡിയോസിലും വന്ന് കമന്റ് ചെയ്യുകയാണ്. ഞാൻ പൈസ വാങ്ങിച്ചു അത് ചെയ്തു തന്നു. നമുക്കിപ്പോൾ നമ്മൾ വലിയ വ്ളോഗറോ കാര്യങ്ങളോ ഒന്നും അല്ല. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ എന്താ പറയുക ഒരു സിറ്റിയിൽ പോകുമ്പോൾ അവിടെ ഒരു നല്ല ബെസ്റ്റ് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് എന്താ പറയുക നമ്മൾ യൂട്യൂബിൽ കാണുന്നു. അപ്പോൾ അത് അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. പോയപ്പോൾ എനിക്ക് നല്ല ഇതാണുള്ളത്. ഇത്രയും ഹൈജീനിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അത് മാത്രമല്ല അവിടെ എന്താ പറയുക എല്ലാം എന്താ പറയുക ഹൈജീൻ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്താ പറയുക വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഈ ഹൈജീൻ ഞാൻ ഇത്രയും ഹൈജീനിക് ആയിട്ട് നമ്മൾ കണ്ടില്ല. വലിയ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് പോയിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ട്. ഒരുപാട് കേരളത്തിലുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഒരു ടോപ്പ് 5 എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക 2-മോ 3-മോ അല്ലെങ്കിൽ ഒരു ടോപ്പ് 5-നുള്ളിൽ നിൽക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് മൃണാളിൻ്റെത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുള്ളി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊന്ന് എന്താ പറയുക ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയതാണ് 2 തവണ പോയതാണ്. അതിനുള്ളിൽ എനിക്ക് കുറച്ച് റീച്ചും ഒക്കെ കിട്ടിയതാണ്. 12,000 വ്യൂസ് ഒക്കെ മുകളിൽ ഇപ്പോഴും ആ വീഡിയോ പൊക്കോണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ വീഡിയോ ഒരു 3000 വ്യൂസാണ് പോയത്. പക്ഷേ രണ്ടാമത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു. അതിന് നെഗറ്റീവും പോസിറ്റീവും എല്ലാം പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ശരിയാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് താൻ പൈസ വാങ്ങിച്ചിട്ടാണോ അല്ലെങ്കിൽ താൻ എന്തോ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരുണ്ട്. സോ അതിന് പ്രശ്നമില്ല. നമുക്ക് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർ കമന്റ് ഇടത്തില്ലേ, നമുക്കത് പ്രശ്നമുള്ള കാര്യമല്ല. സോ നമ്മളത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പുള്ളിയുടെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ പറയാമല്ലോ നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല. വയറ്റിനോ ഒന്നിനും ഒരു പ്രശ്നമില്ല. കാരണം പ്യൂർ ആയിട്ടുള്ള നല്ല ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അന്നേക്കുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് പുള്ളി അവിടെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നത്. സോ അതെനിക്ക് ഞാൻ അവിടെ പോയി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. സോ നമ്മൾ ഒരു സ്ഥലത്ത് പോയി നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം സംസാരിക്കുന്നതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഇതുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഒരാഴ്ച മുമ്പാണ് പുള്ളി ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. പുള്ളി ഇങ്ങനെ പറയുന്നത് പുള്ളി ഒരുപാട് വിഷമിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ലോക്കലായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിറ്റിയിൽ പോയി നമ്മൾ ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞ് നമുക്ക് പല ഓപ്ഷൻ ഉണ്ടാവും. ഒരു 10-20 റെസ്റ്റോറൻറ്റ്സ് അതിൻ്റെ അടുത്തുണ്ടാവും. അവിടെ എന്താ പറയുക എല്ലായിടത്തും ഒരുവിധം എന്താ പറയുക എന്താ പറയുക പ്രൈസ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് തട്ടിക്കൂട്ടി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 70 രൂപ 80 രൂപയ്ക്കൊക്കെ നമുക്ക് പുറത്തൊക്കെ നമുക്ക് എന്താ പറയുക ഒരുപാട് ആൾക്കാർ എന്താ പറയുക അവരുടെ ജീവിത മാർഗ്ഗത്തിന് വേണ്ടി ഓരോന്നും ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ എന്ത് ഇൻഗ്രീഡിയൻസ് ആണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഞാനും കഴിക്കാറുണ്ട്. 80 രൂപ 100 രൂപ 120 150 ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഇവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെന്നപ്പോൾ അവിടെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല ഇൻഗ്രീഡിയൻസ് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ഓവർ പ്രൈസ് അല്ല, ഒരു മീഡിയം ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. അത് കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടാമത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പ്രൈസ് കുറച്ചുകൂടെ കുറഞ്ഞു. ഇപ്പോൾ റീസെന്റ് പുള്ളി ഈ ചോറൊക്കെ 39-40 കൊടുക്കുന്നതൊക്കെ പറയുന്നുണ്ട്. സോ പക്ഷേ എത്ര രൂപയ്ക്ക് പുള്ളി കൊടുത്താലും പുള്ളി ക്വാളിറ്റി വിടത്തില്ല. ക്വാളിറ്റി ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് തിങ്.
എല്ലാവർക്കും ക്വാളിറ്റിയുള്ള ലൈഫാണ് വേണ്ടത്, ക്വാളിറ്റിയുള്ള ഫുഡാണ് വേണ്ടത്. നമ്മുടെ ലൈഫ് സ്റ്റൈലും നല്ല ക്വാളിറ്റി ഉണ്ടാവണം. അത്രയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. മലയാളീസ് അത്രയാണ് ചിന്തിക്കുന്നത്. നമ്മളിപ്പോ ഉറപ്പായിട്ടും ഇപ്പൊ മൃണാൾ പറയുന്ന കൺസേണിനെ കുറിച്ച് എനിക്കറിയാം. അതിപ്പോ ചില ആൾക്കാരെ കുറിച്ച് ചിലപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളായിരിക്കാം. പുള്ളിയുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുമുണ്ട്. ഇപ്പൊ ചിലതൊന്നും എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, പക്ഷെ അത് എന്നാലും പുള്ളി ചെയ്യുന്ന എന്തായാലും നല്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലായിരിക്കും പുള്ളി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. കാരണം എനിക്കിപ്പോൾ വന്നിരുന്ന് ഇങ്ങനെ തള്ളേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി എൻ്റെ ആരുമല്ല, എനിക്കറിയത്തില്ല. ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ജസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കുന്നു, നമ്മൾ ഫുഡ് കഴിക്കുന്നു, നമ്മൾ കാശ് കൊടുത്തിട്ട് വരുന്നു, അത്രേ ഉള്ളൂ. സോ അപ്പോൾ എനിക്ക് പുള്ളിയെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരാൾ പറയുന്നതിൻ്റെ ഇത്രയും കാര്യങ്ങൾ വിവരിച്ച് പറയുമ്പോൾ, ഇത്രയും നല്ലൊരു എന്താ പറയുക റെസ്റ്റോറൻറ്റ്, പുള്ളി ഒരു റെസ്റ്റോറൻറ്റ് അനലിസ്റ്റ് ആണ്, പുള്ളി എന്താ പറയുക കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എടുത്ത് ചെയ്യുന്നുണ്ടെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഗഹനമായിട്ട് പറയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാമല്ലോ, ഇത്രയും വൃത്തിയായിട്ട് നല്ല രീതിയിൽ ഹൈജീനിക് ആയിട്ട് ഫുഡ് കൊടുക്കുന്ന വേറൊരു സ്ഥലം കുറവാണ്. നമ്മളെ കേരളത്തിലായാലും എവിടെ ആയാലും കുറവാണ്. കാരണം ഒരു 4-5 സ്ഥലമേ നമുക്ക് കാണിച്ച് തരാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കും എന്താ പറയുക നമ്മുടെ സിറ്റുവേഷൻ അറിയാമല്ലോ. ഇപ്പോഴത്തെ വിലക്കയറ്റമാണ്. അപ്പൊ ഇൻഗ്രീഡിയൻസിനെല്ലാം വില കൂടുന്നുണ്ട്. എന്നിട്ട് വില കൂടുന്നവരും ഇപ്പൊ പുള്ളി എന്താ പറയാ വില കൂടിയ സാധനങ്ങളെല്ലാം ഒരു മീഡിയം ലെവലിൽ കാര്യങ്ങൾ കൊടുക്കുന്നു. കാരണം ഇതിനൊരു മെസ്സ് സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് 3 നേരം ഫുഡ് കഴിക്കാന്ന് പറയുന്നുണ്ട്. പിന്നെ ചാരിറ്റി ആയിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചില എന്താ പറയാ അവിടെ കാശില്ലാതെ വന്ന് പോകുന്നവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. So അതൊക്കെ നടക്കുന്ന കേസ് ആയിരിക്കാം. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പോയിട്ടില്ല. 6 മാസത്തിൽ 2 തവണയാണ് ഞാൻ അവിടെ പോയത്. സോ അതുകൊണ്ട് തന്നെ ഐ ഓൾവേസ് സപ്പോർട്ട് മൃണാൾ ബിക്കോസ് ഹി ഈസ് നത്തിങ് ടു മീ. ലൈക്ക് ഐ മീൻ എനിക്കറിയത്തില്ല പുള്ളി നേരിട്ട് കണ്ടോ ഇതൊന്നും അറിയത്തില്ല. പക്ഷെ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു സേഫ് ആയിട്ട് ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ മോളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങി നമുക്ക് പുറത്തോട്ട് വരുമ്പോൾ നമുക്കൊരു അഫോർഡബിൾ ആയിട്ട് നല്ലൊരു ഫുഡ് കഴിക്കണം. അല്ലെങ്കിൽ നല്ല എന്താ പറയുക നമുക്ക് വയറ്റിന് ഒരു പ്രശ്നം വരാത്ത ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു 10 ദിവസം ചേർത്ത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എടപ്പള്ളിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് കഴിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർ ഇനിയും 4 ദിവസം മുന്നോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമുക്ക് എല്ലാം കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ആ ഒരു ജേണി അവിടെ വെച്ച് നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട സിറ്റുവേഷൻ വരും. അങ്ങനത്തെ സാഹചര്യമാണ് ഇപ്പോഴത്തെ നിലയിലുള്ളത് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഫുഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ഉണർന്നിട്ടുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നല്ലതാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വളർന്നു വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഒരു എക്കണോമി, വൺ ഓഫ് ദ ബെസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് ആണ് ഇപ്പോഴെന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ചയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യനെയാണ് ഇനി എല്ലാവരും നോക്കി കാണുന്നത്. ഈ ലോകം ഫുള്ളി ഇന്ത്യനെ നോക്കി കാണുന്നത്. കാരണം ഇന്ത്യ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഇപ്പോൾ. കാരണം ഇന്ത്യ ഒരു ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ രീതിയിലും ഇന്ത്യ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് വരുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു ക്വാളിറ്റി ഉണ്ടാവണം. ക്വാളിറ്റി ഓഫ് ലൈഫാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഈ ഫുഡിന്റെ കേസിലായാലും ക്വാളിറ്റിയാണ് വേണ്ടത്. ഇപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും നല്ല ഫുഡ് കൊടുക്കാൻ പറ്റട്ടെ, എല്ലാവരും നല്ലതുപോലെ കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് എന്താ പറയുക വിചാരിക്കുന്നു. അതിപ്പോൾ മൃണാളിനെ കൊണ്ട് പറ്റുന്നുണ്ട് അത്. ബാക്കിയുള്ളവർ അതേപോലെ വരട്ടെ. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ പർട്ടിക്കുലറായിട്ട് മൃണാളിനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്താ പറയുക ഈ പറഞ്ഞ എന്താ പറയുക നല്ല നല്ല ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കുന്നു. എസ്പെഷ്യലി ഈ പറഞ്ഞ എന്താ പറയുക ഈ കോക്കനട്ട് ഓയിലും ഈ പറഞ്ഞ അത്രയും നെയ്യൊക്കെ നല്ല പ്യൂർ ആയിട്ടുള്ള നെയ്യ് വാങ്ങിക്കുന്നു, പ്യൂർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ചെയ്യുന്നു, നല്ല നല്ല ഇൻഗ്രീഡിയൻസുമായിട്ട് ചെയ്യുന്നു. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഒബ്വിയസ്ലി ഭയങ്കര ബുദ്ധിമുട്ടാണത്. പിന്നെ നല്ല ഓപ്പൺ കിച്ചണുമാണ്. ആ ഓപ്പൺ കിച്ചണിൽ നമുക്ക് തന്നെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ പോയി സെൽഫ് സർവീസ് ചെയ്യുന്നു. പുള്ളിൻ്റെ ഒരു എന്താ പറയുക ഈ പറഞ്ഞ രീതിയിൽ പുതിയ പുതിയ രീതികൾ ഇപ്പോഴത്തെ പബ്ലിക്കിന് ഡിമാൻഡിങ് ആണ്. നമ്മളെ പബ്ലിക്കിന് ഇപ്പോൾ എന്താ പറയുക നല്ല ഹൈജീൻ വേണം, നല്ല ഓപ്പൺ ആയിട്ട് നമുക്ക് എല്ലാം കാണാൻ പറ്റണം, ഫുഡ് എടുത്ത് കഴിക്കാനുള്ള സൗകര്യം വേണം. ഇതൊക്കെയാണ് വേണ്ടത്. നമ്മളൊരു വെസ്റ്റേൺ സ്റ്റൈലിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത്. കാരണം നമ്മുടെ രാജ്യത്ത് എന്താ പറയാ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ഇവിടുത്തെ ഡെവലപ്മെന്റിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനനുസരിച്ച് നമുക്കും ഒരു ഫുഡിന്റെ ക്വാളിറ്റിയിലായാലും റെസ്റ്റോറൻറ്റ്സിന്റെ ക്വാളിറ്റിയിലായാലും ഹൈ ടോപ്പിൽ നിൽക്കണമെന്ന് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത്. ഇപ്പോൾ പബ്ലിക്കും അങ്ങനെയാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലോ, എല്ലാവരും എന്താ പറയുക യാത്ര ചെയ്യുന്നവരാണ്. ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഹോട്ടൽ ഫുഡിനെ ഒരുപാട് പേര് ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരുപാട് കഴിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ചില സാഹചര്യം ഡിപ്പെൻഡ് ചെയ്യുന്നു. യാത്ര പോകുമ്പോൾ ഒബിയസ്ലി നമുക്ക് എത്ര ദിവസം നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് കൊണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 10-20 ദിവസമാണെങ്കിൽ ഒബിയസ്ലി നമ്മൾ പോയി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോയി കഴിക്കേണ്ടി വരും. സോ അപ്പോൾ കഴിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക നമ്മുടെ മനസ്സിനും തൃപ്തി വരണം, നമ്മുടെ എന്താ പറയുക നമ്മുടെ ബോഡിക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല, നമുക്ക് ഹൈജീനായിട്ട് മുന്നോട്ട് പോവുകയും വേണം എന്നുള്ളൊരു സാഹചര്യമാണ്. സോ അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക ഒരു തോട്ട് പ്രോസസ്സാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്നും എനിക്ക് പറയാൻ പറ്റും. ഹംഗ്രി മൃണാളും ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ, നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എല്ലാത്തിനും ഞാൻ പറയുന്നില്ല, ചുരുക്കം കുറച്ച്, എന്നാലും കുറേ റെസ്റ്റോറൻറ്റ്സ് ഇനി മാറാനുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വാട്ട് ഹീ ഡു ഐ ഓൾവേസ് സപ്പോർട്ട് ഹിം ബിക്കോസ് ഹി ഡു ദ റൈറ്റ് സ്റ്റാഫ്. ഐ മീൻ
ഒരു പുതിയ രീതിയിനനുസരിച്ച് നമ്മുടെ എന്താ പറയുക, നമുക്ക് ഈ ഒരു സൊസൈറ്റീനെ നമുക്ക് എന്താ പറയുക, എല്ലാ സൊസൈറ്റി ഇപ്പോൾ ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ അവിടെ പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും എല്ലാം കാണും. അപ്പോൾ ഈ ഒരു മിക്സഡ് ആയിട്ടാണ് നമ്മൾ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കറണ്ട് ജനറേഷൻ, ഇപ്പോൾ ജെൻസി ജനറേഷന് എന്താ പറയുക, ഫുഡിനോട് ഒരുപാട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഫുഡ് മാർക്കറ്റിന് ഓപ്പൺ ആവുന്ന സാഹചര്യമാണ്. സോ അപ്പോൾ എല്ലാവർക്കും ഫുഡ് കഴിക്കുന്നത് എന്നുള്ളൊരു സാഹചര്യമാണ്, പുറത്ത് കഴിക്കുന്നുള്ള ഇതാണ്. അപ്പോൾ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് വരട്ടെ, നല്ല നല്ല ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആൻഡ് പ്യൂർ ആയിട്ട് വരട്ടെ. നമ്മളെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും അത് നന്നായിട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സോ എനിവേ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസസ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ഡോണ്ട് കെയർ. ഇറ്റ്സ് അപ് ടു യുവർ ഒപ്പീനിയൻ. ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. So whatever you are thinking about after watching my video, you can comment it. It's okay. And thank you so much for watching. Do subscribe. And if you want to watch my videos, you can watch it. Especially Hungry Mrinal videos, രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. You can watch it and you can explore it. നിങ്ങൾക്ക് അവിടെ പോയി അവിടുത്തെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് എല്ലാം എന്താ പറയുക, അവിടെ എന്താണ് നടക്കുന്നതെന്നും നമുക്കറിയാം. സോ താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ ഗുഡ് ഡേ.